ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി 100-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വചനം. യഹോവ തന്നെ ദൈവം എന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. ഒരു ഇടയന്റെ കൈക്കീഴിൽ ആട്ടിൻ പറ്റം എങ്ങനെയായിരിക്കുന്നു, അങ്ങനെയാണ് ദൈവത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലെന്ന് സങ്കീർത്തന പുസ്തകം നമ്മെ വെളിപ്പെടുത്തുകയാണ്. ഒരിടയൻ എങ്ങനെ ആടുകളെ മേയിക്കുമോ, ആ ആടിന് എന്തെല്ലാം വേണമോ, ആടിന്റെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ, ആടിന് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം, ഇതെല്ലാം ഒരു ഇടയനാണ് കൊടുക്കുന്നത്. 23-ാം സങ്കീർത്തനം ദാവീദ് ചമയ്ക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട്, യഹോവ എന്റെ ഇടയനാകും. ദാവീദിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ഇടയനുണ്ട്. ആ ഇടയന്റെ കൈക്കീഴിൽ മേയിക്കപ്പെടുന്ന ആട് പോലെയാണെന്ന് ഞാനെന്ന് ദാവീദ് വെളിപ്പെടുത്തുകയാണ്. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചേ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പിക്കുന്നു. ഒരാടിനെ സംബന്ധിച്ച് പച്ചപ്പുൽ തകിടി ഏറ്റവും വിലയേറിയതാണ്. ആടുകൾ പച്ചപ്പുൽ തകിടിയിലൂടെ മേഞ്ഞു നടക്കുന്ന അനുഭവങ്ങൾ. എന്താണ് അതിന്റെ ആത്മീയാർത്ഥം? നിനക്കൊരു ഇടയനുണ്ടെങ്കിൽ നിന്നെ ഒരിക്കലും പച്ചിപ്പില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവിടുകയല്ല, ഏറ്റവും ശ്രേഷ്ഠകരമായ പച്ചയായ പുൽത്തകിടിയിൽ നിന്നെ കൊണ്ടുവിടും. സ്വസ്ഥതയുള്ള വെള്ളം നിന്നെ കുടിപ്പിക്കും, നിന്റെ പ്രാണനെ തടിപ്പിക്കും. ഇടയന്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കും. എന്താണ് ഇതിന്റെ ആകത്തൂക്കം? ഒരിടയന്റെ കൈക്കീഴിലെ ആട് പോലെ നീ ആയിരിക്കുന്നു എങ്കിൽ ശത്രുവിനെ പേടിക്കണ്ട. ശ്രേഷ്ഠമേറിയത് നിനക്ക് ഭുജിക്കാനുള്ള കൃപ കർത്താവ് തരും. പൈശാചിക തന്ത്രങ്ങളെ ഭയപ്പെടേണ്ട, എതിരാളികളെ പേടിക്കണ്ട. ഇടയന്റെ സൂക്ഷിപ്പിലാണ് നീ പോകേണ്ടെന്ന വഴി ഇടയൻ കാണിച്ചു തരും. ആ വഴിയിലൂടെ നീ യാത്ര ചെയ്താൽ നീ ലക്ഷ്യസ്ഥാനത്തെത്തും. ജീവിതത്തിൽ മുഴുവൻ പരാജയപ്പെട്ട ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നെങ്കിൽ, ഇടയന്റെ കൈക്കീഴിലെ ആടുപോലെ നീ ഒരു ദൈവ പൈതലായി തീരുക. നിന്നെ അത്ഭുതകരമായി ദൈവം നടത്തും. ഒന്നിനും മുട്ടില്ലാതെ, ഒന്നിനും കുറവില്ലാതെ സ്വസ്ഥകരമായ ഒരു ലൈഫ് ഇടയൻ നിനക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. നമുക്ക് ആ ഇടയനോട് ചേർന്നിരിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണെന്നും ഞങ്ങൾ അങ്ങ് മേയ്ക്കുന്ന ആട്ടുംപറ്റമാണെന്നും ഞങ്ങൾ ധ്യാനിച്ചു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഒരു ഇടയനായി അവർക്ക് മുമ്പിൽ നടക്കണം. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണമോ അതെല്ലാം ദൈവം തക്ക സമയത്ത് കൊടുക്കണം. പച്ചയായ പുൽത്തകിടിയുടെ അനുഭവം കൊടുക്കണം. സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പിക്കണം. പ്രാണനെ തണുപ്പിക്കണം. ഒന്നിനും മുട്ടുവരാതെ കാക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇടയനാൽ മേയിക്കപ്പെടുന്ന ഒരാടായി മുന്നോട്ടു പോകാം. ഗോഡ് ബ്ലസ് യു.